എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലും സിമ്പിളായിട്ടും എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ചിക്കൻ വെച്ചിട്ട് നല്ലൊരു ചിക്കൻ്റെ അച്ചാർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഇത് പെട്ടെന്നൊന്നും ചീത്തയായി പോകത്തില്ല. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ നമുക്കിത് പുറത്ത് തന്നെ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ അച്ചാർ തയ്യാറാക്കിയിരിക്കുന്നത് നോക്കാം. ഈ ഒരു അച്ചാർ തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ 1 കിലോ 750 ഗ്രാമോളം വരുന്ന ചിക്കൻ്റെ പീസുകളാണ് എടുത്തിരിക്കുന്നത്. ബോൺലെസ് ചിക്കനാണ് ഇവിടെ നമ്മൾ എടുക്കേണ്ടത്. ഇനി നമുക്കിത് നന്നായിട്ട് കഴുകിയിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിക്കാണ് ഞാനിവിടെ പീസാക്കിയിരിക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ നമുക്ക് യോജിപ്പിച്ച് കൊടുത്തിട്ട് അരമണിക്കൂറോളം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കാം. ഇനി ഈ ചിക്കൻ നല്ല രീതിക്ക് വേവിച്ച് ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെക്കുമ്പോഴത്തേക്കും ചിക്കനുള്ള വെള്ളമെല്ലാം ഇങ്ങനെ ഇറങ്ങി വരും. അതിനുശേഷം അടപ്പ് തുറന്ന് വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഇത് വേവിച്ചെടുക്കുകയും വെള്ളം വറ്റിച്ചെടുക്കുകയും ചെയ്യാവുന്നതാണ്. ചിക്കൻ വേവുന്ന സമയം കൊണ്ട് കുറച്ച് മസാലകൾ തയ്യാറാക്കാം. ഇവിടെ ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നല്ല രീതിക്ക് പേസ്റ്റ് ചെയ്യാതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഗരം മസാലകളൊക്കെ നമുക്ക് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ പട്ട, ഗ്രാമ്പു, ഏലക്ക, 2 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. മല്ലി മുഴുവനെയോ അല്ലെങ്കിൽ പൊടിയോ ചേർക്കാവുന്നതാണ്. പിന്നീട് പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ പിന്നീട് വേണം ചേർക്കാൻ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കടുകാണ്. ഞാൻ ഈ ഒരു അളവിലാണ് കടുകും ജീരകവും ഉലുവയൊക്കെ എടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ സാധാരണ സ്പൂൺ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു 3 സ്പൂൺ കടുക്, ജീരകം, ഉലുവ ഇങ്ങനെ വരും. പിന്നെ അതിൽ നിന്നും കുറഞ്ഞ അളവിലാണ് ഞാൻ കുരുമുളക് എടുത്തിരിക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നമ്മുടെ കടുകൊക്കെ പൊട്ടി ഈ ഒരു രീതിയായി വരുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ടിത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ച് വയ്ക്കാവുന്നതാണ്. ഇനി അച്ചാർ തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു കടായിലേക്ക് 500 ഗ്രാം എണ്ണയാണ് എടുത്തിരിക്കുന്നത്. നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഈ നല്ലെണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നതായ ചിക്കൻ്റെ പീസുകളെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല രീതിക്ക് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇതിൻ്റെ ഉൾഭാഗം എല്ലാം വെന്ത് കിട്ടുന്ന രീതിയിൽ നമുക്കിത് നല്ലതുപോലെ ഈ എണ്ണയിൽ കിടന്നെല്ലാം ഫ്രൈ ആക്കണം. ഈ കടായിൽ വെച്ച് തന്നെയാണ് നമ്മളിതിൻ്റെ അച്ചാറെല്ലാം റെഡിയാക്കുന്നത്. ഇത് വേറെ കോരി മാറ്റുകയോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ആ ഒരു രീതിക്ക് വേണം പാത്രവും വെക്കാൻ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതായ വെളുത്തുള്ളി ഇഞ്ചിയില്ലേ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ചെറു തീയിലിട്ട് നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചിയുടെയും പച്ചമണമൊന്നൊക്കെ മാറി നല്ല രീതിക്ക് ഇത് ഫ്രൈ ആയി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് വേണം മിക്സ് ചെയ്യാൻ. നമ്മുടെ ചിക്കൻ്റെ പീസൊന്നും പൊടിഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ അടിയിൽ നിന്ന് ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളക് ഒരു 5 സ്പൂണോളം എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല, അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ചിക്കൻ്റെ അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഇട്ടിരുന്നു. അപ്പോൾ കുറവുള്ളതോ തോന്നിയുകൊണ്ട് ഞാൻ ഇതിൽ വീണ്ടും ഇടുകയാണ്. എന്നിട്ട് വീണ്ടും നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റോളം സമയം ഇതൊന്ന് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയും ചിക്കനും എല്ലാം ഒന്ന് പിടിച്ച് നല്ല രീതിക്ക് യോജിച്ച് വരുന്ന സമയമാകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് അല്പം വിനീഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് കുറച്ച് സമയം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അല്പം ഒന്ന് വെള്ളം ഒന്ന് വറ്റിയൊക്കെ വരുന്ന വരെ, അതായത് വിനീഗർ ഒഴിച്ചില്ലേ അതിൻ്റെയൊക്കെ വെള്ളവും എണ്ണയെല്ലാം ഒന്ന് വറ്റി കിട്ടുന്ന രീതിക്ക് ചെറു തീയിലിട്ടൊന്ന് 2-3 മിനിറ്റ് സമയം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു ചിക്കൻ്റെ അച്ചാറാണ്. അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്കിതൊരു ബോട്ടിലേക്ക് മാറ്റാവുന്നതാണ്. ഈ അച്ചാർ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് എൻ്റെ ഹോസ്റ്റലിൽ പഠിക്കുന്ന എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്. 2 പിള്ളേർ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ്. അപ്പോൾ അവർക്ക് കൊടുത്തുവിടാൻ വേണ്ടിയാണ് ഞാൻ ഈ ചിക്കൻ അച്ചാർ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറയുന്നത് ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഹോസ്റ്റലിൽ ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവർ പുറത്ത് തന്നെ വെച്ചിത് കഴിക്കുന്നതാണ്. അപ്പോൾ സിമ്പിളായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഈ ചിക്കൻ്റെ അച്ചാർ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയ റെസിപ്പിയിൽ കാണുന്നതുവരെയും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.